50 ആണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം പുതുക്കൈ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടന്നു വരികയാണ്. പെരുങ്കളിയാട്ട മഹോത്സവം ഇന്ന് 3ാം സുദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഭക്തസഹസ്രങ്ങളാണ് ഇവിടെ ദേവീ ദർശനം തേടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത്. ഈ പെരുങ്കളിയാട്ട മഹോത്സവത്തിലെ ഏറെ സുപ്രധാനമായ മംഗലകുഞ്ഞുങ്ങളെ കളത്തിൽ പെരുങ്കളിയാട്ടത്തിൽ ചേർക്കുന്ന ചടങ്ങിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 10,000 ഇവിടെ ഈ മംഗലം കുഞ്ഞുങ്ങളെ കളിയാട്ടത്തിൽ ചേർക്കുന്ന ചടങ്ങ് കാണുവാനായി ദേവിയുടെ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമാകാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ നേർദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉച്ചത്തോറ്റത്തിനൊപ്പം ദേവിയുടെ നർത്തകന്മാരും അതുപോലെ തന്നെ 140ഓളം വരുന്ന ബാലികമാരുമാണ് ഇത്തവണ പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ മംഗലം കുഞ്ഞുങ്ങളെ ചേർക്കുന്ന ചടങ്ങിൻ്റെ ഭാഗമാകാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഉച്ചത്തോറ്റത്തിനൊപ്പം ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തിനൊപ്പം മംഗലം കുഞ്ഞുങ്ങളും ഒപ്പം വാദ്യക്കാരും ദേവനർത്തകന്മാരും ക്ഷേത്രം വലം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ശിവനന്ദിനിയായ ഭഗവതിയുടെ പെരുങ്കളിയാട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ ചടങ്ങിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 10,000 ആളുകളാണ് പുതുക്കൈ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 19 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നടന്നു വരുന്നത്. ഈ പെരുങ്കളിയാട്ടം കാണാനായി അതിൽ ഭാഗവാക്കാകാനായി ദേവിയുടെ ദർശനം തേടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇതിൻ്റെ നാനാഭാഗത്തായി തടിച്ചുകൂടി ഇവിടെ ദേവിയുടെ പെരുങ്കളിയാട്ടത്തിൻ്റെ തോറ്റം ചുഴലും അതോടൊപ്പം തന്നെ മംഗലം കുഞ്ഞുങ്ങളുടെ എഴുന്നള്ളത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടിയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി പുതുക്കൈ മുച്ചിലോട്ടിൻ്റെ തിരുമുറ്റത്ത് നിവരുക. കൈലാസക്കല്ല് വലം ചെയ്തു വരുന്ന തമ്പുരാട്ടി മണിക്കിണർ നോക്കിയ ശേഷം ഭക്തജനങ്ങൾക്ക് ദർശന സായുജ്യം നൽകും. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ കൈലാസക്കല്ലിനരികിലേക്ക് ദേവിയുടെ തോറ്റം തുറന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
ബാലികമാരാണ് ദേവിയുടെ ഇവിടെ മംഗല ചടങ്ങിൽ ഭാഗവാക്കുകളായിരിക്കുന്നത്. അവർ രക്ഷിതാക്കളുടെ ചുമലിലേറി ഭഗവതിയുടെ തോറ്റത്തിനൊപ്പം ക്ഷേത്രം വലം ചെയ്യുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉത്തര കേരളത്തിലെ പെരുങ്കളിയാട്ടങ്ങളിൽ മുച്ചിലോട്ട് കാവുകളിലെ പെരുങ്കളിയാട്ടത്തിൻ്റെ മാത്രം സവിശേഷതയാണ് ബാലികമാരെ കളിയാട്ടത്തിൽ ചേർക്കുന്ന പന്തൽ മംഗലം ചടങ്ങ്. മാലകളാൽ അലങ്കൃതമായ തിരുമുടിയും അതിനൊപ്പം പൊയ്ക്കൊണ്ണും പ്രാക്കഴത്തിൻ്റെ വർണ്ണശോഭയുമായി തമ്പുരാട്ടിയുടെ തിരുമുടി നാളെ ഉച്ചയ്ക്ക് 2:30 മണിയോടെ പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നിവരും. 2 ഭഗവതിമാർ ഒരേ സമയം ദർശനം നൽകുന്നുവെന്നത് പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മാത്രം പെരുങ്കളിയാട്ട സവിശേഷത കൂടിയാണ്. പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.